ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ലെസൺ ആണ്. ഹിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുന്നുകൾ അല്ലേ? അപ്പോൾ ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞാൽ കുന്നിൻ മുകളിലെ വെളിച്ചം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് നോക്കാം. യു ഹാവ് റീഡ് ദ അനക്ഡോട്ട് സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്, ഹാവിൻ യു? അപ്പോൾ സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ചെറുകഥ, അത് നമ്മളുടെ ഈ ഒരു യൂണിറ്റിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു അനക്ഡോട്ടിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പം അത് നമ്മളോട് വായിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ കയറി കാണുക കേട്ടോ. സ്മാർട്ട് വർക്ക് ഡൺ വിത്ത് ഡെഡിക്കേഷൻ ബ്രിങ്സ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. അപ്പം എന്തൊരു കാര്യവും അത് നമ്മൾ സ്മാർട്ടായിട്ട് ചെയ്യുകയാണ്. ആ ഒരു സ്മാർട്ട് വർക്ക് നമ്മൾ ഫുൾ ഡെഡിക്കേഷനോട് കൂടി വേണം ചെയ്യാനായിട്ട്, അതായത് അർപ്പണബോധം. അപ്പം നമ്മളൊരു സ്മാർട്ട് വർക്ക് ഡെഡിക്കേഷനോട് കൂടി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൊണ്ടുതരുന്നത് എന്തൊക്കെയാണ്? ബ്രിങ്സ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. എന്താണ്? നമുക്ക് സന്തോഷവും അതേപോലെ തന്നെ വിജയവുമാണ് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. റീഡ് ദ സ്റ്റോറി അബൌട്ട് എ ബോയ് ഹു വാണ്ടഡ് ടു പെയിൻറ്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഒരു സുന്ദരമായ ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആൺകുട്ടിയുടെ സ്റ്റോറി നമ്മളോട് വായിക്കാൻ പറയാണ്. ഇവിടെ ആ ഒരു ആൺകുട്ടിയുടെ സ്റ്റോറിയാണ് കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇൻസ്പയർഡ് ഹിം ഇൻ ഹിസ് ജേർണി. എന്നിട്ട് നമ്മൾ കണ്ടെത്തുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്താണ് വാട്ട് ഇൻസ്പയർഡ് ഹിം ഇൻ ഹിസ് ജേർണി, അവൻ്റെ യാത്രയിൽ അവന് എന്താണ് പ്രചോദനം നൽകിയത് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ഐ വോണ്ട് ടു വർക്ക് അറ്റ് മൈ പിക്ചർ, ഹീ സെറ്റ് ആൻഡ് വെൻറ്റ് ഇൻ ടു ദ ഫീൽഡ്. അപ്പം ഇത് പറയുന്നത് ആരാണ്? ഹീ സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിൽ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ബോയിയാണ്, ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുള്ള ആ ഒരു ബോയിയാണ്. അപ്പോൾ അവനെന്താ പറയുന്നത്? ഐ വോണ്ട് ടു വർക്ക് അറ്റ് മൈ പിക്ചർ, എനിക്കെന്താണ് എൻ്റെ ചിത്രം വരയ്ക്കുന്ന ആ ഒരു കാര്യം ചെയ്യണം. ഹി സെറ്റ് ആൻഡ് വെൻറ്റ് ഇൻ ടു ദ ഫീൽഡ്. എന്നിട്ട് അവൻ എങ്ങോട്ടാണ് പോയത്? ഫീൽഡിലേക്ക് പോയി, വയലിലേക്ക് പോയി. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ദ ലിറ്റിൽ സിസ്റ്റർ വെൻറ്റ് ടു. അവനൊരു ചെറിയ അനിയത്തിയുണ്ട്, അവളും കൂടെ അവൻ്റെ കൂടെ പോയി. എങ്ങോട്ട്? ഫീൽഡിലേക്ക്. ആൻഡ് സ്റ്റുഡ് ബൈ ഹിം വാച്ചിങ് വൈൽ ഹി പെയിൻറ്റഡ്. എന്നിട്ട് അവൾ എന്താണ് ചെയ്തത്? അവനിങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ട് ആ ഒരു ലിറ്റിൽ സിസ്റ്റർ ഇങ്ങനെ നിൽക്കുകയാണ്. ദ ട്രീസ് ആർ നോട്ട് ക്വൈറ്റ് സ്ട്രെയിറ്റ്, ഷീ സെറ്റ്. അപ്പം അവൾ ഇങ്ങനെ ഓരോ സജഷൻ പറയുകയാണ് കേട്ടോ, അവളുടെ ഓരോ അഭിപ്രായം പറയുകയാണ്. എന്താണ്? ദ ട്രീസ് ആർ നോട്ട് ക്വൈറ്റ് സ്ട്രെയിറ്റ്, മരങ്ങളൊന്നും അത്ര ശരിയായിട്ടില്ല. ആൻഡ് ഓ ഡിയർ ബ്രദർ ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ ഇനഫ്. അത് മാത്രമല്ല ആകാശത്തിന് അത്ര നീല നിറം വന്നിട്ടില്ല. അവളിങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ചിത്രം വരയ്ക്കുന്നത് നോക്കിയിട്ട് കേട്ടോ. ഇറ്റ് വിൽ ഓൾ കം റൈറ്റ് സൂൺ, ഹി ആൻസേർഡ്. അപ്പോൾ അവനെന്താണ് പറയുന്നത്? അതൊക്കെ പെട്ടെന്ന് തന്നെ വന്നോളും. എന്താണ്? മരമൊക്കെ നേരെ ആയിക്കോളും, അതേപോലെ എന്താണ് സ്കൈക്ക് നീല കളറൊക്കെ വന്നോളും. അവൻ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കോളും എന്ന് പറയാണ്. വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്? അപ്പോൾ അങ്ങനെ ശരിയായാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഗുണമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓ യെസ് ഷീ സെറ്റ്. അപ്പോൾ അവൾ പറയാണ്, ഓ ഉണ്ട്, പ്രയോജനമുണ്ട്. വണ്ടറിങ് ദാറ്റ് ഹി ഷുഡ് ഈവൻ ആസ്ക്. അപ്പം എന്താണ് അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. ഇവൻ ഇങ്ങനെ ചോദിച്ചല്ലേ, ഇനി ചോദിക്കുമോ എന്നുള്ളത്. ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ വളരെ ആകർഷണീയമായിട്ടുള്ള ചിത്രമാണെങ്കിൽ ആളുകൾക്ക് അത് ഇങ്ങനെ നോക്കാൻ വളരെ ഇഷ്ടമുണ്ടാവും അല്ലേ, അവർ ഹാപ്പി ആവും നല്ലൊരു ചിത്രം കാണുന്ന സമയത്ത് അല്ലേ. ഭംഗിയുള്ള ചിത്രമാകുമ്പോൾ ആൾക്കാർക്ക് അതിലേക്ക് നോക്കാനൊരു ഇഷ്ടമുണ്ടാവും. ദേ വിൽ ഫീൽ ആസ് ഇഫ് ദേ വർ ഇൻ ദ ഫീൽഡ്. അപ്പോൾ അത്തരത്തിലൊരു ചിത്രം കാണുന്ന സമയത്ത് അവർ ശരിക്കും ഇപ്പോൾ ഫീൽഡിൻ്റെ ചിത്രം വരയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീൽഡിൻ്റെ ചിത്രം കാണുമ്പോൾ അവർ ഫീൽഡിൽ ശരിക്കും നിൽക്കുന്ന പോലെ അവർക്ക് തോന്നുമെന്നാണ് പറയുന്നത്. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിരിക്കണം കേട്ടോ പിക്ചർ. അല്ലാതെ എന്താണ് ഭംഗിയില്ലാത്തൊരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അതിലേക്ക് നോക്കുമോ? ഇല്ല. അപ്പോൾ എന്താ പറയുന്നത്? ദേ വിൽ ഫീൽ ആസ് ഇഫ് ദേ വർ ഇൻ ദ ഫീൽഡ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ ആണെങ്കിൽ, ഫീൽഡിൻ്റെ പിക്ചർ ആണെങ്കിൽ എന്താണ് അവരൊരു ഫീൽഡിൽ തന്നെ നിന്നിട്ട് നോക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അവർക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി. ഞാനിത് നന്നായിട്ടല്ല ചെയ്യുന്നത്, മോശമായ രീതിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആളുകളെ അൺഹാപ്പി ആക്കുമോ, അവർക്കത് വിഷമമാവുന്ന കാര്യമാവുമോ എന്നാണ് ചോദിക്കുന്നത്. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്, ഷി സെറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? നീ നിൻ്റെ വർക്ക്
അത് നീ ഡെഡിക്കേഷനോടുകൂടിയും ഓണസ്റ്റിയോടുകൂടിയും, അതായത് എന്താണ്, അർപ്പണബോധത്തോടും അതേപോലെ എന്താണ് സത്യസന്ധതയോടും കൂടി ചെയ്യുകയാണെങ്കിൽ പീപ്പിൾ വിൽ നോ ഹൗ ഹാഡ് യു ഹാവ് ട്രൈഡ്. ആളുകൾക്ക് മനസ്സിലാകും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നീ ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ഷീ ആൻസേർഡ്, അവൾ ആൻസർ ചെയ്തു. ആൻഡ് ഫോർ ദിസ് റീസൺ ദേ വിൽ ലൈക്ക് യുവർ വർക്ക്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ആളുകൾക്ക് നിൻ്റെ വർക്ക് ഇഷ്ടമാവും എന്ന് പറയാണ്. എന്തൊക്കെ വേണം? ഡെഡിക്കേഷനും അതേപോലെ ഓണസ്റ്റിയും, സത്യസന്ധതയും അർപ്പണബോധത്തോടും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ആ ഒരു വർക്കിൻ്റെ കഷ്ടപ്പാട്, വർക്കിൻ്റെ പിറകിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും അവരതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ലിറ്റിൽ സിസ്റ്റർ ആൻസർ ചെയ്തിട്ടുള്ളത്. ലുക്ക് അപ്പ്, ഷീ സെഡ് സഡൻലി. അവൾ പെട്ടെന്ന് പറയാണ് ലുക്ക് അപ്പ്, മുകളിലോട്ട് നോക്ക്. ലുക്ക് അപ്പ് അറ്റ് ദ ലൈറ്റ് അപ്പോൺ ദ ഹിൽസ്, അതായത് കുന്നുകളിലുള്ള ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ അതിലേക്ക് നോക്കാൻ പറയുകയാണ്. ആൻഡ് ദേ സ്റ്റുഡ് ടുഗെദർ ലുക്കിംഗ് അറ്റ് ഓൾ ഹി വാസ് ട്രൈയിങ് ടു പെയിൻറ്റ്. അവൻ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ ഒരുമിച്ച് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഓക്കെ, അറ്റ് ദ ട്രീസ് ആൻഡ് ദ ഫീൽഡ്സ്. ഇനി പറയുന്നത് അവർ കാണാൻ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ, അവിടെ കാണുന്ന കാഴ്ചകളാണ്. അറ്റ് ദ ട്രീസ് ആൻഡ് ദ ഫീൽഡ്സ്, അറ്റ് ദ ഡീപ്പ് ഷാഡോസ് ആൻഡ് ദ ഹിൽസ് ബിയോണ്ട്. എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, അതേപോലെ ഈ പാടത്തിലുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എന്താണ്? ദ ഡീപ്പ് ഷാഡോസ്. ഡീപ്പ് ഷാഡോസ് എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള അല്ലെ ആഴത്തിലുള്ള നിഴലുകൾ. പിന്നെ എന്താണ്? ഹിൽസ് ബിയോണ്ട്, അതിൻ്റെയൊക്കെ പിറകിലുള്ള എന്താണ്? കുന്നുകൾ കാണുന്നുണ്ട്. ആൻഡ് ദ ലൈറ്റ് ദാറ്റ് റെസ്റ്റഡ് അപ്പോൺ ദം. എന്താണ്? ലൈറ്റ് ആ കുന്നിൻ ചെരുവിലൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ഇടയിൽ റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ദ സൺലൈറ്റ് വാസ് ഗ്ലിമ്മറിങ്. ഗ്ലിമ്മറിങ് മീൻസ് എന്താണ്? മങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. സൺലൈറ്റ്, സൂര്യപ്രകാശം മങ്ങിത്തുടങ്ങിയിട്ടുണ്ട്, അതായത് രാത്രി ആവാനായിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ സൺസെറ്റ് ആവാനായിട്ടുണ്ട്. ദ ലീവ്സ് വെർ റെസ്ലിംഗ്. റെസ്ലിംഗ് മീൻസ് മർമ്മര ശബ്ദമാണ്. ലീവ്സ്, മരങ്ങളുടെയൊക്കെ ഇലകൾ എന്താണ്? മർമ്മര ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ദേ കുഡ് ഹിയർ എ സ്ട്രീം റിപ്ലിംഗ് സംവെയർ. എവിടെ നിന്നോ ഒരു അരുവിയിലെ ഓളങ്ങളുടെ ശബ്ദം ഇങ്ങനെ അവർ കേൾക്കുന്നുണ്ടായിരുന്നു. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓളങ്ങളാണ് കേട്ടോ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ഗേൾ സെറ്റ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി പറയാണ് ഇത് എത്രമാത്രം ഭംഗിയുള്ള ലോകമാണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ടു മേക്ക് തിങ്സ് ഫോർ ഇറ്റ്. അത് മാത്രമല്ല, എന്താണ് ആ കുട്ടി പറയുന്നത്? ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേൾഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ബഹുമതി അർഹിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ബോയ് എക്കോഡ് സാഡ്ലി. അപ്പം ബോയ് എന്താണ്? വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേൾഡാണ്. ഇറ്റ് ഈസ് എ സിൻ ടു ഡു എനിത്തിങ് വിച്ച് മൈറ്റ് റെപ്രസെൻറ്റ് ദ വേൾഡ് ബാഡ്ലി ഓർ ഇംപെർഫെക്റ്റ്ലി. അതായത് ഇത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത് ബാഡ്ലി ഓർ ഇംപെർഫെക്റ്റ്ലി, അതായത് മോശകരമായിട്ടോ അപൂർണമായിട്ടോ ആണെങ്കിൽ അതൊരു സിന്നാണ്, പാപമാണ് എന്നാണ് ആര് പറയുന്നത്? ബോയ് പറയുന്നത് കേട്ടോ. ബട്ട് വിൽ യു ഓൾവേസ് ഡു തിങ്സ് വെൽ? പക്ഷേ നീ എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നന്നായി തന്നെയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ആസ്ക്ഡ് ദ ലിറ്റിൽ സിസ്റ്റർ. ആരാ ചോദിച്ചത്? ലിറ്റിൽ സിസ്റ്റർ ബോയിനോട് ചോദിക്കുകയാണ്. ഐ ഗെറ്റ് സോ ടയർഡ് ഹി സെഡ്. അവൻ പറയാണ് ഞാൻ വളരെ ക്ഷീണിതനാണ്. ആൻഡ് ലോങ് ടു ലീവ് ഓഫ് സോ മച്ച്. എനിക്ക് ഇവിടെ നിന്ന് പോകാനാണ് തോന്നുന്നത്, ഒന്ന് റിലാക്സ് ചെയ്യണം, റെസ്റ്റ് എടുക്കാനാണ് തോന്നുന്നത്. വാട്ട് ഡു യു ഡു വെൻ യു വോണ്ട് ടു ഡു യുവർ ബെസ്റ്റ്, യുവർ വെരി വെരി ബെസ്റ്റ്, ഹി ആസ്ക്ഡ് സഡൻലി. അപ്പോൾ അവൻ പെട്ടെന്ന് അവളോട് തിരിച്ചൊരു കാര്യം ചോദിക്കുകയാണ്. എന്താണ്? നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, അത് നിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് നിൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായി നീ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നീ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നാണ് അവൻ്റെ ചോദ്യം. അപ്പോൾ അവൾ ആൻസർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. ഐ തിങ്ക് ഇഫ് ഐ വോണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ് ദെൻ ഐ വിൽ ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്? ഞാനൊരു കാര്യം ചെയ്യാണ്, അത് എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് വെരി വെരി ബെസ്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ആർക്ക് വേണ്ടിയായിരിക്കും ചെയ്യുക? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക എന്നാണ് അവളുടെ ആൻസർ അല്ലേ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ മാക്സിമം, നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലേ. ഷീ ആൻസേർഡ്. അപ്പോൾ അവൾ അതാണ് ആൻസർ ചെയ്തത്. ഇറ്റ് മേക്സ് യു വെരി സ്ട്രോങ്. അത് നിന്നെ കൂടുതൽ സ്ട്രോങ് ആക്കും. ഇഫ് യു തിങ്ക് ഓഫ് ദം യു ക്യാൻ ബെയർ പെയിൻ. അപ്പോൾ നീ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്
നിനക്കെന്താണ് വേദനയൊക്കെ സഹിക്കാനുള്ള ഒരു സഹനശക്തി ഉണ്ടാവും. ആൻഡ് വാക്ക് ഫാർ, അത് മാത്രമല്ല നീ ഒരുപാട് ദൂരം നടക്കും. ആൻഡ് ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ്, അത് മാത്രമല്ല അവർക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യും. ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ടയേർഡ് സൂൺ, അത് മാത്രമല്ല നീ പെട്ടെന്നൊന്നും ടയേർഡാവുകയും ക്ഷീണിതനാവുകയും ചെയ്യില്ല എന്ന് പറയുകയാണ്. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പം അതിന് എത്രമാത്രം എഫേർട്ട് എടുക്കണോ അതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുകയും എന്തെങ്കിലുമൊക്കെ വേദന സഹിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സഹിക്കുകയും ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നടക്കുകയും എന്തൊക്കെ കാര്യം തന്നെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും. പക്ഷേ അത്ര പെട്ടെന്നൊന്നും നമ്മൾ ടയേർഡ് ആവുകയുമില്ല എന്നാണ് അവൾ ഉത്തരം പറഞ്ഞത്. ഓക്കെ, ഹി തോട്ട് ഫോർ എ മൊമെൻറ്റ്, അവനൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു. ദെൻ ഐ ഷാൽ പെയിൻറ്റ് മൈ പിക്ചർ ഫോർ യു, എന്നിട്ട് പറയാണ് ഞാൻ എൻ്റെ ചിത്രം വരയ്ക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ഹി സെഡ്, അവൻ പറഞ്ഞു. ഐ ഷാൽ തിങ്ക് ഓഫ് യു ഓൾ ദ ടൈം ഐ എം ഡൂയിങ് ഇറ്റ്, ഞാൻ നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ ആ ഒരു പിക്ചർ വരയ്ക്കുന്ന സമയം മുഴുവൻ ഞാൻ നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. വൺസ് മോർ ദേ ലുക്ക്ഡ് അറ്റ് ദ ഹിൽസ്, ഒരിക്കൽ കൂടി അവർ ആ കുന്നുകളിലേക്ക് നോക്കി. ദാറ്റ് സീംഡ് ടു റൈസ് അപ്പ് ഔട്ട് ഓഫ് ദ ഡീപ്പ് ഷാഡോ ഇൻ ടു ദ ലൈറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ലൈറ്റൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്, വേറൊരു വെളിച്ചം വരാൻ പോവുകയാണ്, അതായത് ചന്ദ്രൻ വരാൻ പോവുകയാണ്, രാത്രി ആവാൻ തുടങ്ങുകയാണ്. ആൻഡ് ദെൻ ടുഗെദർ ദേ വെൻ ഹോം, അപ്പോൾ അവരൊരുമിച്ച് എന്ത് ചെയ്തു, വീട്ടിലേക്ക് തിരിച്ചു പോയി. സൂൺ ആഫ്റ്റർവേർഡ്സ് എ ബിഗ് ട്രാജഡി സ്ട്രക്ക് ദെയർ ഫാമിലി, അപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ഫാമിലിയിൽ ഒരു ദുരന്തം സംഭവിച്ചു. വൺ നൈറ്റ് വെൻ ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ് ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹർ സ്ലീപ്പ്, അപ്പോൾ ഒരു രാത്രിയിൽ അവരുടെ ഫാമിലി മുഴുവൻ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ലിറ്റിൽ സിസ്റ്റർ, ആ ഒരു ഇളയ സഹോദരി, അവളുടെ ഉറക്കത്തിൽ മരിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.